ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പച്ചപ്പയർ കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പച്ചപ്പയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പയർ കൊണ്ടുള്ള റെസിപ്പീസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഏകദേശം ഒരു 1/2 കിലോളം പയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നീളത്തിലുള്ള പീസാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഒരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും 1-2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്തും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക, കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഒരു 10-15 ചെറിയുള്ളി, മീഡിയം ടൈപ്പ് ചെറിയുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി സവോള നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്രയും മതിയാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സവോള ചേർത്ത് കൊടുത്താൽ മതി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി തുടങ്ങുന്നുണ്ട്. സവോള അത്യാവശ്യം വാടി തുടങ്ങുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. എത്രത്തോളം തേങ്ങാക്കൊത്ത് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. നൈസായിട്ട് എടുക്കുക, ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്. നല്ല കനം കുറച്ച് നീളത്തിലായിക്കോട്ടെ, അത് കുഴപ്പമില്ല. എന്നിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് മൊത്തം നമ്മുടെ ആ തേങ്ങാക്കൊത്തിലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, ഈ ഒരു വലുപ്പത്തിലാണ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പയർ. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, എനിക്കത് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പയർ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പയറിനുള്ളിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിക്കണം കേട്ടോ. അപ്പോഴാണ് ശരിക്കും ആ പയറിന് ആ ഒരു ടേസ്റ്റ് വരിക. ചിലത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ പയറിനുള്ളിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സവോളയിൽ ഒരു പൊട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പയർ ചേർത്തിട്ട് വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പയറിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കണം. അപ്പോൾ പയർ ചേർക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങാക്കൊത്തും ഈ പയറും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കഴിക്കാൻ. നമ്മൾ സാധാരണ പയർ ഉപ്പേരി വയ്ക്കുന്ന പോലെയൊന്നുമല്ല, ഇതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷേ ആ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എത്രത്തോളം തേങ്ങാക്കൊത്ത് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ്. ഇത് ഞാൻ ഒരു 2 പീസ് എടുത്തിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഏകദേശം ഒരു അരപ്പിടിയോളം വരും. ഒരു 2-3 ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വാടി വരുന്നുണ്ട്. വാടി വരുന്ന ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഒരുപാട് എരിവ് വേണ്ടാത്തവർക്ക് അളവ് കുറയ്ക്കാം കേട്ടോ. എരിവ് വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ചിക്കൻ മസാല ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ തികച്ചെടുക്കുന്നില്ല, 1/2 സ്പൂണും കുറച്ചും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചിക്കൻ മസാലയുടെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പിക്ക് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കരുത്. വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നമുക്ക് ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാലയുടെ ടേസ്റ്റും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്ലേവർ കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് നല്ല ഒരു ഫ്ലേവർ ഇഷ്ടമായിരിക്കും.
അങ്ങനെയുള്ളവർക്ക് ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് ഒതുക്കി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഫ്ലെയിം കുറച്ച് വെക്കുക. നല്ല ഫ്ലെയിം ലോയിൽ വെച്ചതിന് ശേഷം ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് സമയം എടുത്ത് തന്നെ വേവിച്ചെടുക്കുക, വെള്ളം ഒഴിച്ച് വേവിക്കാൻ നിൽക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, പിന്നീട് വീണ്ടും അടച്ച് വയ്ക്കാം. അങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ. ഈ പയർ നമുക്കതിൽ കുറച്ച് വെള്ളം അങ്ങനെയുണ്ട്, ആ ഒരു അടപ്പിൽ ഇങ്ങനെ ഒരു വെള്ളം തങ്ങി നിൽക്കുമല്ലോ, ആ വെള്ളം നമുക്ക് അതിനകത്തേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരിയല്ലേ ഉള്ളൂ, അപ്പോൾ ആ ഒരു ഈർപ്പം കിട്ടും ഇതൊന്ന് വെന്ത് കിട്ടാനും. അല്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അതായത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, വീണ്ടും അടച്ച് വയ്ക്കാം. ഇത് ശരിക്കും സാധാരണ പയർ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് കുഴയില്ല, കുറച്ചിങ്ങനെ ആ ഒരു നീളത്തിൽ അങ്ങനെ പീസായിട്ട് തന്നെ കിടക്കും. പക്ഷേ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ കുഴഞ്ഞ് കിട്ടുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നന്നായിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തും പയറും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പെരണ്ട് വരുന്നൊരു പരുവുണ്ട്, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ്. കളറൊക്കെ മാറിയിട്ട് വേറെ ഒരു കളറിൽ വരും. ആ ഉപ്പൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് പയറൊക്കെ നല്ല സോഫ്റ്റായി വരും. ആ ഒരു പരുവാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചു. കുറച്ച് സമയമെടുത്ത് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് നമ്മുടെ കറികൾക്കൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്യുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടി പിടിക്കുന്ന ടെൻഷനൊന്നും വേണ്ട. വേറെ പാത്രത്തിലൊക്കെ ചെയ്യുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. കളർ നന്നായിട്ട് മാറണം കേട്ടോ. അപ്പോൾ അത്യാവശ്യമായി വരുന്നുണ്ട് കേട്ടോ, കളറൊക്കെ ചേഞ്ചായി നല്ലപോലെ സോഫ്റ്റായി വരുന്നുണ്ട്. ഇനി ഒരു ഇത്തിരി നേരം കൂടി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. കണ്ടോ, കളറ് നല്ലപോലെ ചേഞ്ചായി വരുന്നുണ്ട്. ഒന്ന് കണ്ടോ, പയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നന്നായിട്ട് സോഫ്റ്റായി വരുന്നുണ്ട്. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പയർ നല്ല പോലെ പെരണ്ട് വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ആ കളറൊക്കെ മാറി, പയറിൻ്റെയൊക്കെ കളറൊക്കെ മാറി നല്ലപോലെ സോഫ്റ്റായി വരുന്നുണ്ട്. കുറച്ചുകൂടി കുഴഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് പുരട്ടിയെടുക്കാം. കുറച്ച് നേരം കൂടി അടച്ചു വെച്ചാൽ ഒന്നും കൂടി അത് പുരണ്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒരു മസാലകളുടെയോ വേറെ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. സവാള വേണമെങ്കിൽ അല്ല ഉള്ളിയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉള്ളിയുടെ അളവ് വേണ്ടുന്നവർക്ക് കൂട്ടാം കേട്ടോ. ഒരു 1.5 സവാളയൊക്കെ എടുക്കാം, ഒരു 20 ചെറിയ ഉള്ളിയൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നവർക്കായിട്ട് ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എഗെയിൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.